സോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം 2-3 വർഷം മുന്നേ നിങ്ങൾ ഒരാളടുത്ത് പോയി ചോദിക്കുവാണ് ആപ്പിൾ മാക്ബുക്ക് വേണോ അല്ലെങ്കിൽ വിൻഡോസ് ലാപ്ടോപ്പ് വേണോ എന്ന് ചോദിക്കുവാണെങ്കിൽ, ഞാൻ പ്രൈസ് കൺസ്ട്രെയിൻ്റോടെ പറയുന്നതല്ല, പ്രൈസ് കൺസ്ട്രെയിൻ്റ് ഇല്ലാതെയാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ചോദിക്കുവാണെങ്കിൽ പോലും മിക്കവരും വിൻഡോസ് ലാപ്ടോപ്പേ പിക്ക് ചെയ്യുള്ളൂ അല്ലേ. എന്തിനാണ് മാക്ക് എന്നുള്ള ചിന്താഗതിയാണ്. അതൊരു ആഡംബര ഡിവൈസ് അല്ലേ, കാണാനൊക്കെ ഒരു ക്ലാസ് ലുക്കുണ്ട്, സോഫ്റ്റ്വെയറൊക്കെ ഒരു യുണീക്ക് ലുക്കുണ്ട്. അതിനപ്പുറം എന്താണ് മാക്ക് എന്നുള്ളത് മിക്കവരും ചിന്തിക്കുമായിരുന്നു, ഞാൻ ഉൾപ്പെടെ. ഓക്കെ, പക്ഷേ കഴിഞ്ഞ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ചിന്താഗതിക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഒരു റവല്യൂഷണറി ചേഞ്ചാണ് ആപ്പിൾ മാക്ബുക്ക് ലൈനപ്പ് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം വിറ്റ്നസ് ചെയ്തത്. അത് വേറൊന്നും കൊണ്ടല്ല, ആപ്പിളിൻ്റെ M സീരീസ് പ്രോസസ്സറിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊണ്ടാണ്. അതുകൊണ്ട് എന്തിനൊരു മാക്ബുക്ക് എന്ന ചിന്താഗതിയിൽ നിന്നും എന്തുകൊണ്ടൊരു മാക്ബുക്ക് വാങ്ങിച്ചുകൂടാ എന്ന ചിന്താഗതിയിലോട്ട് ആൾക്കാർ മാറാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ മാക്ബുക്സിൻ്റെ സെയിൽസ് ആണെങ്കിലും കൂടി തുടങ്ങി. ഇതൊന്നും സംഭവിച്ചത് ആക്ച്വലി മാക്ബുക്സിൻ്റെ പ്രൈസ് അങ്ങ് കുറഞ്ഞുകൊണ്ടൊന്നുമല്ല. ഇപ്പോഴും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിവൈസാണ് മാക്ബുക്സ്. പക്ഷേ വില കൊടുക്കുന്നതനുസരിച്ചുള്ള പെർഫോമൻസും റിട്ടേണും തരുന്നതുകൊണ്ടാണ് ആൾക്കാരിപ്പോൾ മാക്ബുക്സ് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താണേലും ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കഴിഞ്ഞ 1.5 വർഷത്തെ മാക്ബുക്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് എവിടെയൊക്കെയാണ് മാക്ബുക്സ് വിൻഡോസിനേക്കാളും അല്ലെങ്കിൽ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടോട്ടലി ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഞാൻ പറയുന്നുണ്ട്. അപ്പം അതെല്ലാം കൊണ്ടും വിൻഡോസിനേക്കാളും എവിടെയൊക്കെയാണ് എക്സൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ് കൂടുതലും. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് യോജിക്കാതിരിക്കാൻ തോന്നുമായിരിക്കാം. എന്താണേലും നിങ്ങളുടെ ഒപ്പീനിയൻസും താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്താൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ കടലിലോട്ട് നടക്കാം. ലെറ്റ്സ് ഗോ. ആദ്യമേ ഇംഗ്ലീഷുകാർ പറയുന്ന പോലെ നമുക്ക് എലിഫന്റ് ഇൻ ദ റൂമിനെ അഡ്രസ്സ് ചെയ്യാം. അത് വേറൊന്നുമല്ല, മാക്കിൻ്റെ പെർഫോമൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ ലീപ്പാണ് മാക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് നടത്തിയത്. അത് തിയറട്ടിക്കലായിട്ട് ഒരുപാട് ബെഞ്ച് മാർക്കും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് 3-4 സ്ഥലത്താണ് മേജർലി തോന്നിയിട്ടുള്ളത്. ഇതിലെനിക്ക് ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് തോന്നിയിട്ടുള്ളത്, പെർഫോമൻസ് ആക്ച്വലി മാറ്റർ ചെയ്യുന്നുണ്ട് എന്നറിയാൻ സാധിച്ചത് അഡോബി പ്രീമിയർ പ്രോയിൽ നിന്നും ആപ്പിളിൻ്റെ മാക്കിലുള്ള ഫൈനൽ കട്ട് പ്രോയിലോട്ട് മാറിയപ്പോഴാണ്. സത്യം പറഞ്ഞാൽ ഒരു ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ആയിരുന്നു എനിക്ക്. ഫൈനൽ കട്ട് പ്രോയിൽ എനിക്ക് ബെറ്റർ പെർഫോമൻസ് തോന്നി, ബെറ്റർ റിലയബിലിറ്റി തോന്നി, ഫാസ്റ്റർ എക്സ്പോർട്ട് ടൈംസ് തോന്നി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത്. ഈവൻ ദോ പ്രീമിയർ പ്രോയുടെ ഇൻ്റർഫേസ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടെങ്കിലും ഫൈനൽ കട്ട് പ്രോ ലാസ്റ്റ് പെർഫോമൻസ് ഗെയിൻസിന് വേണ്ടി ഞാൻ ചൂസ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, അതാണ് എനിക്ക് ആദ്യമേ തോന്നിയൊരു കാര്യം. പിന്നെ എനിക്ക് മാക്കിൻ്റെ ഫയൽ ട്രാൻസ്ഫറിങ് സ്പീഡ്സ് ആണെങ്കിലും നല്ല കൂടുതൽ പോലെ തോന്നിയിട്ടുണ്ട്. കാരണം മാക്കിൻ്റെ SSDs ഹൈലി സ്പീഡുള്ള SSDs ആയതുകൊണ്ട് റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് ആണെങ്കിലും നല്ല കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് ഏറ്റവും യുണീക്കായിട്ട് തോന്നിയത് എന്തെന്നറിയാമോ? നോർമലി വിൻഡോസ് ലാപ്ടോപ്പിലൊക്കെ നമ്മൾ ചാർജിങ് കേബിൾ കണക്ട് ചെയ്തിട്ടായിരിക്കും ഒരുമാതിരിപ്പെട്ട മിക്കവരും യൂസ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ചിലപ്പോൾ ചാർജിങ് കേബിൾ കണക്ട് ചെയ്യാതൊക്കെ ഉപയോഗിക്കുമായിരിക്കും. പക്ഷേ ആ ഒരു ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് മൊത്തം കിട്ടണമെങ്കിൽ അവസാനം ചാർജിങ് കേബിൾ കണക്ട് ചെയ്താലേ പറ്റുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്കിലോട്ട് വരുമ്പോഴത്തേക്കും അതേ രീതിയിലായിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഹെവി ഇൻറ്റൻസീവ് ടാസ്ക് ചെയ്യുവാണ്, എന്നിട്ട് നേരെ ആ ഒരു ചാർജിങ് കേബിളും കൂടെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം എന്ന് വിചാരിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ പെർഫോമൻസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ കണക്ട് ചെയ്തെന്ന് പറഞ്ഞ് ഡബിൾ പെർഫോമൻസ് ഒന്നും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ബാറ്ററിയിൽ എങ്ങനെയാണോ പെർഫോമൻസ്, അതിനേക്കാളും ഇച്ചിരി എങ്ങനെ കൂടിയാലായി ആ ഒരു ചാർജിങ് കേബിൾ കൊടുക്കുമ്പോഴത്തേക്കും പക്ഷേ വലിയ തോതിലുള്ള പെർഫോമൻസ് ബൂസ്റ്റ് ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് മാക് M1, അതായത് മാക്ബുക്ക് 13 ഇഞ്ചിൻ്റെ മാക് M1 എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ചിലപ്പോൾ M1 പ്രോയിലും M1 അൾട്രയിലൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടെ ഭയങ്കര പെർഫോമൻസ് നമുക്ക് ആ ഒരു കേബിൾ കണക്ട് ചെയ്താലായിരിക്കും വരുന്നത്. എന്നാൽ അങ്ങനെ ആവട്ടെ. പക്ഷേ പൊതുവെ വിൻഡോസ് ലാപ്ടോപ്പിനേക്കാളും മച്ച് മോർ ബെറ്റർ ആയിട്ട് ബാറ്ററി തന്നെ ഈ ഒരു പെർഫോമൻസ് മാക്കിൽ കിട്ടും. പിന്നെ പെർഫോമൻസിൽ അവസാനമായിട്ട് പറയാനുള്ളത് 8GB റാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഫോണിലൊക്കെ ഉള്ളതുപോലെയാണ്. അതായത് 8GB റാം മാക്കിലുള്ളത് വിൻഡോസിൽ 16GB റാമിന് തുല്യമാണ് ഏകദേശം. ഓക്കെ, കാരണം സത്യം പറഞ്ഞാൽ നമുക്ക് 8GB റാമിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും ഇൻറ്റൻസീവായിട്ട് ഇതെല്ലാം എടുക്കുന്നുണ്ട്. അതുമല്ല, എക്സ്ട്രാ റാം സ്വാപ്പിംഗ് നടക്കുന്നുണ്ട്. അതായത് SSDയുടെ ഭാഗം കുറച്ച് റാമായിട്ട് യൂസ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയ മെമ്മറി ഇഷ്യൂസ് ഒന്നും 8GB റാമിലാണെങ്കിൽ പോലും വലുതായിട്ടൊന്നും വരത്തില്ല. ചില സമയത്ത് എനിക്ക് വന്നിട്ടുണ്ട്, മെമ്മറി കുറച്ചുകൂടെ ഫ്രീ അപ്പ് ചെയ്യണം എന്നൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഭയങ്കരമായിട്ട് ഓവർ യൂസ് ചെയ്തതിന് ശേഷമാണ് അങ്ങനെയും വരുന്നത്. ഓക്കെ, അല്ലാതെ നോർമൽ സിറ്റുവേഷനിലൊന്നും ഒരിക്കലും ഈ ഒരു മെമ്മറി ഔട്ട് ആവുന്ന സിറ്റുവേഷൻ അധികം വരത്തില്ല. അല്ല, എന്തൊക്കെ പെർഫോമൻസ് ഉണ്ടെങ്കിലും ഗെയിം കളിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയണ്ട. ഗെയിം കളിക്കുന്നതിൻ്റെ കാര്യത്തിൽ വിൻഡോസ് തന്നെ ബെസ്റ്റ്, അതിൽ ഡിബേറ്റ് ഇല്ല, ഡിബേറ്റ് ഓവർ. പക്ഷേ ബാക്കിയുള്ള പ്രൊഡക്ടിവിറ്റി കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ പെർഫോമൻസിൽ മാക്കാണ് ചാമ്പ്യന്മാർ. അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ,
അപ്പം ചാമ്പ്യന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മാക്ബുക്കിൻ്റെ ട്രാക്ക് പാഡ്. അത് ഏത് രീതിയിൽ നോക്കിയാലും ലാപ്ടോപ്പിൽ ചാമ്പ്യൻ ട്രാക്ക് പാഡാണ്. പൊതുവേ ഒരാൾ ലാപ്ടോപ്പ് വാങ്ങാൻ പോകുമ്പോഴത്തേക്കും ട്രാക്ക് പാഡ് ഒന്നും മൈൻഡ് പോലും ചെയ്യില്ല അല്ലേ. ട്രാക്ക് പാഡ് ഇപ്പം എന്തായാലും എന്താ എന്നുള്ള രീതിയിലായിരിക്കാം. പക്ഷേ നിങ്ങൾ മാക്ബുക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ എത്ര നല്ല രീതിയിൽ ട്രാക്ക് പാഡ് ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ ട്രാക്ക് പാഡിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഒരു കമ്പ്യൂട്ടറിൽ നോക്കുമ്പോഴത്തേക്ക്. എവിടെയൊക്കെയാണ് ആപ്പിൾ ട്രാക്ക് പാഡിൻ്റെ കാര്യത്തിൽ കറക്റ്റ് ആക്കിയത് എന്നറിയാമോ? ഒന്ന്, ട്രാക്ക് പാഡിൻ്റെ സ്പേസിങ്. നോർമലി നമ്മൾ വിൻഡോസ് ലാപ്ടോപ്സിന് ട്രാക്ക് പാഡ് ഭയങ്കര കുഞ്ഞാക്കി കാണാൻ പറ്റും അല്ലേ. പക്ഷേ മാക്ബുക്കിനകത്ത് ട്രാക്ക് പാഡാണ് ആ ഒരു താഴത്തെ ഭാഗത്തിൻ്റെ ഏകദേശം സ്ഥലം എല്ലാം ഒക്യുപ്പൈ ചെയ്യുന്നത്. അത് വളരെ നല്ലൊരു ഡിസൈൻ ഫാക്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്, ട്രാക്ക് പാഡ് ഉപയോഗിക്കാൻ തന്നെ വളരെ സ്മൂത്താണ്, നല്ല ഫീലാണ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും. അതുമല്ല, ട്രാക്ക് പാഡിന് നല്ല ആക്യുറസിയുണ്ട്. നമ്മൾ വേണ്ടിടത്ത് എങ്ങനെയാണോ എത്തിക്കേണ്ടത് അത് കറക്റ്റായിട്ട് നമ്മൾ ഫിംഗർ സ്വൈപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കും എത്തിച്ചേർന്ന് വരികയും ചെയ്യും. അങ്ങനെ ആ ഒരു പോയിന്റും കഴിഞ്ഞു. ഇനി സ്പീക്കേഴ്സിൻ്റെ കാര്യം. ഇത് വിൻഡോസ് ലാപ്ടോപ്പിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ്. എത്ര വില കൂടിയ ലാപ്ടോപ്പോ ആവട്ടെ, അതിൻ്റെ സ്പീക്കേഴ്സ് അത്രയും നല്ലതായിരിക്കത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഒന്നുകിൽ വോളിയം കുറവായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അത്രയും നല്ലതായിരിക്കത്തില്ല. പക്ഷേ മാക്ബുക്ക് ഇപ്പം എയർ ആവട്ടെ, പ്രോ ആവട്ടെ, ഇപ്പം ഏറ്റവും ഹൈ എൻഡ് ആയാലും ഏറ്റവും ലോ എൻഡ് ഡിവൈസ് ആയാലും അതിൻ്റെ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സെപ്ഷണലാണ്. അതിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ റീസൺ വേറൊന്നുമല്ല, സ്പീക്കറിൻ്റെ ഡിസൈനാണ്. വിൻഡോസ് ലാപ്ടോപ്പിലൊക്കെ നമ്മൾ കാണും സ്പീക്കർ ഗ്രില്ല് ഡിസൈൻ ചെയ്തേക്കുന്ന അടിയിലാണ്. അതെന്തിനാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ മാക്കിലാവട്ടെ സ്പീക്കർ ഗ്രില്ല് ഡിസൈൻ ചെയ്തേക്കുന്ന രണ്ട് സൈഡിലായിട്ടാണ്. നമ്മൾ രണ്ട് ചെവിയിലോട്ടും ഡയറക്റ്റ്ലി സൗണ്ട് പോകുന്ന രീതിയിൽ. പിന്നെ സൗണ്ട് ആണെങ്കിൽ നല്ല ക്ലിയർ ആണ്, അത്യാവശ്യം സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഓഫ് ബേസ് ഉണ്ട്. നമ്മളൊരു കുഞ്ഞി ലാപ്ടോപ്പിൽ നിന്നും എന്താണോ പ്രതീക്ഷിക്കുന്നത് അതുപോലെ അതിൽ ബേസുമുണ്ട്. ലാസ്റ്റ്ലി വോളിയം, ആ ഒരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മിക്ക ലാപ്ടോപ്പിലും ഞാൻ കണ്ടുവരുന്നത് വിൻഡോസിൽ വോളിയം കാണത്തില്ല നേരെ. പക്ഷേ മാക്കിൻ്റെ ലാപ്ടോപ്പിൽ നമുക്ക് അപ്പുറത്തെ റൂമിൽ ഇരുന്ന് വരെ കേൾക്കാൻ പറ്റും. അത്രയ്ക്ക് വോളിയം ഉണ്ട് മാക്കിൻ്റെ ലാപ്ടോപ്പിലെ സ്പീക്കേഴ്സിന്. അപ്പോൾ സ്പീക്കേഴ്സിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്തത് ഫാൻ നോയ്സ്. ഇതെല്ലാവരും പറയുന്നൊരു കാര്യമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഗെയിമിംഗ് ലാപ്ടോപ്പിൽ നിങ്ങളൊരു ഗെയിം കളിക്കുമ്പോഴത്തേക്കും എൻ്റെ അമ്മച്ചി അതിൻ്റെ ഫാൻ നോയ്സ് മിക്ക ലാപ്ടോപ്പിലും പരിതാപകരമാണ്. അങ്ങേയറ്റം ഫാൻ നോയ്സാണ്. ചില ലാപ്ടോപ്പിലൊക്കെ അത് കുറച്ചിട്ടുണ്ട്, പക്ഷേ മിക്ക ലാപ്ടോപ്പിലും നമുക്ക് കേൾക്കാൻ പറ്റും ആ ഒരു ഫാൻ്റെ നോയ്സ് അല്ലേ. അത് ചിലവർക്ക് ഡിസ്റ്റർബിങ് ആയിരിക്കത്തില്ല, പക്ഷേ ഡിസ്റ്റർബിങ് ആണ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്കും മാക്ബുക്കിൽ, പ്രത്യേകിച്ച് മാക്ബുക്ക് എയറിൽ ഫാനേ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, അതിനകത്ത് ഫാനേ വരുന്നില്ല. എന്നാൽ മാക്ബുക്ക് പ്രോയിൽ ഫാൻ ഉണ്ട്, പക്ഷേ ഞാൻ വല്ലപ്പോഴും, അല്ലെങ്കിൽ സത്യം പറഞ്ഞ 1-2 തവണ മാത്രമാണ് ആ ഒരു ഫാൻ കറങ്ങുന്നതായിട്ട് തന്നെ കേട്ടിട്ടുള്ളത്. അതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തുപോലുമില്ല. ഉള്ളത് പറയുവാണെങ്കിൽ ഞാൻ ചുമ്മാ പൊങ്ങച്ചം പറയുന്നുള്ളത് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ശരിക്കും അങ്ങനെ പറയുന്നതല്ല. സീരിയസ്ലി അതിൻ്റെ ഫാൻ കറങ്ങുന്നതായിട്ട് ഞാൻ കേട്ടിട്ടേയില്ല. കാരണം അത്രയ്ക്ക് നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്ത് അത്രയ്ക്ക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്ക് എങ്ങാനും ചെയ്യുമ്പോഴത്തേക്കും ഒരു തവണ വല്ലതും കറങ്ങിയാലായി. ജസ്റ്റ് ഒന്ന് കൂൾ ഡൗൺ ആവാൻ വേണ്ടി മാത്രം. എപ്പോഴാണോ കമ്പ്യൂട്ടർ കൂൾ ഡൗൺ ആവുന്നത് അപ്പം തന്നെ ഈ ഫാൻ നിൽക്കുകയും ചെയ്യും. ആ ഒരു സൗണ്ട് വരത്തുമില്ല. അതും വരുന്ന സൗണ്ട് ആണെങ്കിൽ അങ്ങേ ഏറ്റവും വലിയ സൗണ്ടൊന്നുമല്ല, കുഞ്ഞ് സൗണ്ടാണ്. അത് നമുക്ക് കേൾക്കാൻ പോലും ഇല്ലതാണ്. അത്രയ്ക്ക് എഫിഷ്യൻ്റ് ആയിട്ടാണ് ഈ ഒരു ഡിവൈസ് പെർഫോം ചെയ്യുന്നത്. മാക്ബുക്ക് എയറിൽ ഫാൻ ഇല്ലാത്തതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മാക് ഒ എസ് അവരുടെ ആപ്ലിക്കേഷൻ ബാക്കിയുള്ള പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആക്കാതിരിക്കാൻ മിടുക്കരാണ് അല്ലേ. അതാണ് മാക് ഒ എസ് എക്സ്ക്ലൂസീവ് ആപ്ലിക്കേഷൻസ്. ആപ്പിളിൻ്റെ മാക്കിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ലോജിക് പ്രോ എക്സ് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷനാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ സൗണ്ട് ലൈബ്രറി അങ്ങേയറ്റം വാസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് എഫക്ട്സും പ്ലഗിൻസും ഓട്ടോമാറ്റിക്കലി അതിനകത്ത് സ്റ്റോക്ക് ആയിട്ട് തന്നെ വന്ന് കിടപ്പുണ്ട്. എക്സ്റ്റേണലി ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പാക്കേജ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിലയ്ക്ക് വെർത്തായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ലോജിക് പ്രോ എക്സ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രൊഫഷണൽസും അതുപോലെ തന്നെ ആമച്ചേഴ്സും ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് പിക്സൽ മേറ്റർ പ്രോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇത് ആക്ച്വലി ഫോട്ടോഷോപ്പിന് വേണ്ടിയുള്ള റീപ്ലേസ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ മച്ച് മോർ സിംപ്ലിസ്റ്റിക് വേർഷൻ ഓഫ് ഫോട്ടോഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡിസൈൻ മച്ച് മോർ അട്രാക്റ്റീവും അതുപോലെ തന്നെ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുമല്ല ഫോട്ടോഷോപ്പിലുള്ള 90% കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾക്കും ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്കും അവരുടെ ഡിസൈൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇനി പ്രൈസിങ്ങിൻ്റെ കാര്യം, ഇത് അഫോർഡബിൾ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അഡോബി ആപ്ലിക്കേഷൻ്റെ സബ്സ്ക്രിപ്ഷൻ ബേസിസിലുള്ള ആ ഒരു പ്രൈസിങ് നോക്കുമ്പോഴത്തേക്കും അതിനേക്കാളും മച്ച് മോർ ബെറ്റർ പ്രൈസിംഗ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വൺ ടൈം പർച്ചേസിൽ അവർ കൊടുത്തേക്കുന്നത്. ഇനി മൂന്നാമത് പാരലൽസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, മാക്കിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് എങ്ങനെ നമുക്കൊരു ഗെയിം കളിക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ്. മീൻസ് GTA 5 തന്നെ ഞാൻ കളിച്ച് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ആപ്ലിക്കേഷന് കൂടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിൻഡോസ് നമുക്ക് വിർച്വലി റൺ ചെയ്യാൻ പറ്റും മാക്കിൽ. അത് കാരണം
ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രയോജനമായിരിക്കും. ചിലപ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഒക്കെ ചിലത് മിക്കതും വിൻഡോസിൽ മാത്രം കമ്പാറ്റബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ മാക്ക് എടുത്ത് പോയി എന്നുണ്ടെങ്കിൽ വിൻഡോസിൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാരലൽസ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വിർച്വലി വിൻഡോസ് റൺ ചെയ്ത് ഇടയ്ക്ക് സ്വിച്ച് ചെയ്ത് മാറ്റാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് മാക്ക് എടുത്തവർക്ക് വേണ്ടി. പക്ഷേ ആ ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിലും മാക്കിൽ മാത്രമേ കിട്ടുള്ളൂ, വിൻഡോസിൽ കിട്ടത്തില്ല. ഇനി അവസാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈനൽ കട്ട് പ്രോ മാക്ക് എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് മാക്ക് വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, അതൊരു കീ പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിൽ ഉള്ളൊരു കാര്യമാണ് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഗുണം കാരണം. അതുകൊണ്ട് ഫൈനൽ കട്ട് പ്രോ ആണെങ്കിലും മാക്ക് എക്സ്ക്ലൂസീവ് മാത്രമാണ്. അത് എക്കാലത്തും മാക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് തന്നെ നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് മാക്കിന് കുറച്ചുകൂടെ ബെറ്റർ നാവിഗേഷൻ എബിലിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതെല്ലായിടത്തും ബാധകമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ പ്രത്യേകിച്ച് നിങ്ങൾ ഒരുപാട് ആപ്ലിക്കേഷനൊക്കെ ഓപ്പണായി വെച്ചേക്കുവാണ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷനിലോട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ മിഷൻ കൺട്രോൾ ഫീച്ചർ അടിപൊളിയാണ്. ജസ്റ്റ് നിങ്ങളുടെ 4 ഫിംഗർ യൂസ് ചെയ്ത് നിങ്ങൾ മേളിലോട്ട് ട്രാക്ക് പാഡിൽ സ്വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മിഷൻ കൺട്രോൾ ഓപ്പണായി വരും. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഏതൊരു ആപ്ലിക്കേഷനിലോട്ട് പോകണോ നേരെ ഡയറക്റ്റ്ലി പോകാൻ പറ്റും വളരെ എളുപ്പത്തിൽ. അതുമാത്രമല്ല നമുക്ക് വിർച്വലി വേറൊരു ഡെസ്ക്ടോപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മറ്റേ ഡെസ്ക്ടോപ്പിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാനും പറ്റും. പിന്നെ ഫയൽ സ്റ്റാക്കിംഗ് ഫീച്ചർ, ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഡെസ്ക്ടോപ്പിൽ എത്രമാത്രം ഫയൽസ് ആണ് വന്ന് കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഒരുപാട് ഫയൽസ് ഉണ്ട്, കംപ്ലീറ്റ് വൃത്തികേടായി കിടക്കുവാണല്ലേ. പക്ഷേ ഈ വൃത്തികേടൊക്കെ മാറ്റാൻ വേണ്ടി ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഈ ഒരു ഫയൽ സ്റ്റാക്കിംഗ് ഫീച്ചർ ഇനേബിൾ ചെയ്താൽ മതി. അപ്പോഴത്തേക്കും ഈ ഒരു ഫയൽസ് എല്ലാം കൂടെ ഓരോന്നായിട്ട് ഗ്രൂപ്പ് ചെയ്ത് ആ ഒരു ഗ്രൂപ്പിനകത്ത് കയറി പിന്നെ നമുക്ക് ഏതെങ്കിലും ഫയൽ പർട്ടിക്കുലർലി വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ കംപ്ലീറ്റ് വൃത്തിയാവുകയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പല ഫീച്ചേഴ്സും വിൻഡോസ് ഇങ്ങനെ നൈസിന് കോപ്പി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓരോ ഫീച്ചേഴ്സും അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. കാരണം വിൻഡോസ് 10 അടിപൊളി സാധനമായിരുന്നു. അതിൽ നിന്നും വിൻഡോസ് 11ലോട്ട് പോയപ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല രീതിയിൽ അവരൊക്കെ ആക്കായിരുന്നു. പകരം വിൻഡോസ് 11 എന്ന് പറഞ്ഞാൽ വിൻഡോസ് 10 പുറത്തുകൂടെ മാക്കിൻ്റെ സ്കിൻ കൊടുത്താൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് വിൻഡോസ് 11. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. വിൻഡോസ് 11 മഹാ മോശം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിന് കൂടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വിൻഡോസിന് ഹാൻഡിൽ ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ. കാരണം മാക്കിൽ നിന്ന് ഈ ഫീച്ചർ എല്ലാം കൂടെ കോപ്പി അടിച്ച് വിൻഡോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് വിൻഡോസ് 11. എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിരുന്നു വിൻഡോസ് 10 എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ബാറ്ററി ലൈഫ്. അപ്പോൾ അതിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ബാറ്ററി ഹെൽത്ത് തന്നെ ഇപ്പം 87% ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നല്ല ഹെവി ആയിട്ടുള്ള യൂസ് ആയിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം വെയർ ആൻഡ് ടിയർ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ചാർജിങ് പാറ്റേണും അത്രയും ഒന്നും കറക്റ്റ് അല്ലായിരുന്നു. 0% പല തവണ ഞാൻ കൊണ്ടിട്ടിട്ടുണ്ട്. അതൊക്കെ കൊണ്ടുള്ള ആ ഒരു റഫ് യൂസൊക്കെ കാരണമായിരിക്കാം ആ 87% ഡ്രോപ്പ് ആയത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പഴയ ആ ഒരു പെർഫോമൻസ് കിട്ടുന്നില്ല. ഓക്കെ, പണ്ട് നല്ല ബാറ്ററി ലൈഫ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് അത്യാവശ്യം. നമുക്കൊരു വിൻഡോസ് ലാപ്ടോപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോഴും ഇത് ചാമ്പ്യന്മാരാണ്. പക്ഷേ പണ്ടൊക്കെ എനിക്ക് കാഷ്വൽ യൂസിന് 15 to 16 hours ഓഫ് ബാറ്ററി ലൈഫ് കിട്ടുമായിരുന്നു. ഇപ്പോൾ അത്രയും ഒന്നും കിട്ടുന്നില്ല. ഒരു 10 to 11 hours ആ ഒരു റേഞ്ചിലേക്ക് കിട്ടുന്നുള്ളൂ. പണ്ടൊക്കെ 2 to 3 days നമുക്ക് ഇത് ചാർജ് ചെയ്യാതെ തന്നെ ഉപയോഗിക്കാമായിരുന്നു. അതുപോലെ എനിക്ക് പറ്റുന്നില്ല. മാക്സിമം 1.5 to 2 days അത്രയൊക്കെ പറ്റുന്നുള്ളൂ. ഓക്കെ, എന്നാലും ഞാൻ പറഞ്ഞല്ലോ ഒരു വിൻഡോസ് ലാപ്ടോപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോഴും ഇതാണ് ചാമ്പ്യന്മാർ. ഇനി അടുത്തത് എൻ്റെ എക്സ്പീരിയൻസ് അല്ല, പകരം ഞാൻ കേട്ടൊരു കാര്യമാണ്. ഡെവലപ്പേഴ്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് മാക്കിൻടോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ മാക് കമ്പ്യൂട്ടേഴ്സ് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബേസിക്കലി മാക്ക് ബിൽഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മാക്കിൻ്റെ ഫൗണ്ടേഷൻ വരുന്നത് യുണിക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പുറത്താണ്. യുണിക്സ് ബേസ്ഡ് സിസ്റ്റത്തിന് എന്താണ് ഇത്രയും പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഒന്ന് അത് സിമ്പിളറാണ്, 2 പോർട്ടബിൾ ആണ്. ഒരുപാട് സിസ്റ്റത്തിൽ അത് റൺ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. 3ാമത് നല്ല സെക്യൂർ ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് തന്നെ ഡെവലപ്പേഴ്സ് അവരുടെ പ്രോഗ്രാം ആ ഒരു സിസ്റ്റത്തിൽ ബിൽഡ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നുണ്ട്. 4ാമത് നമ്മൾ കാണുന്ന മിക്ക വെബ് സെർവേഴ്സും അല്ലെങ്കിൽ വെബ്സൈറ്റ്സും ബിൽഡ് ചെയ്തിട്ടുള്ളത് യുണിക്സ് ബേസ്ഡ് സിസ്റ്റത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാടിടത്ത് ആപ്ലിക്കബിലിറ്റിയും വരുന്നുണ്ട്. പിന്നെ എക്സ്കോഡ്, ആപ്പിളിൻ്റെ ഡെവലപ്പർ ടൂൾ സെറ്റ്, അതിന് ഏറ്റവും വലിയ പോസിറ്റീവ് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ മാക്OS ആവട്ടെ, വാച്ച്OS ആവട്ടെ, iPadOS ആവട്ടെ, iOS ആവട്ടെ, എവിടെ വേണമെങ്കിലും ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു എക്സ്കോഡ് മാക്കിലുള്ളത് യൂസ് ചെയ്തിട്ട് ഡെവലപ്പറിന് ചെയ്യാൻ പറ്റും. ഒരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോമായിട്ട് എക്സ്കോഡ് ആക്ട് ചെയ്യും എന്നുള്ളൊരു വലിയ പോസിറ്റീവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡെവലപ്പേഴ്സ് ഈ ഒരു എക്സ്കോഡ് യൂസ് ചെയ്യാൻ വേണ്ടി മാക്കിൻടോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വാങ്ങാറുമുണ്ട്. യുണിക്സ് ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ ഫൗണ്ടേഷൻ ഭയങ്കര സെക്യൂർ ആണ്, റിലയബിൾ ആണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്, മാക്OS തന്നെ ഭയങ്കര സെക്യൂർ ആണ്, റിലയബിൾ ആണ് എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ റിലയബിലിറ്റി വൈസ് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് വൺ എനിക്ക് പറയാനുള്ളത് ടൈം മെഷീൻ ബാക്കപ്പ് യൂട്ടിലിറ്റിയെ പറ്റിയാണ്. നിങ്ങൾ ഫയൽസ് ബാക്കപ്പ് ചെയ്ത് വെക്കുന്ന ഒരാളാണെങ്കിൽ ഇതിനപ്പുറം നല്ലൊരു ബാക്കപ്പ് യൂട്ടിലിറ്റി വേറെ ഇല്ലെന്ന് തന്നെ പറയണം. കാരണം
ഒരു തവണ നിങ്ങൾ ഈ ടൈം മെഷീൻ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി എല്ലാ ഫയൽസും അത് ബാക്കപ്പ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നോളും കറക്റ്റ് ഇൻ്റർവൽസ് ആകുമ്പോഴത്തേക്കും. പിന്നെ വിൻഡോസിലും ഡിഫോൾട്ടായിട്ട് ബാക്കപ്പ് യൂട്ടിലിറ്റീസ് വരുന്നുണ്ട്. പക്ഷേ ആപ്പിളിൻ്റെ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഇത്രയും നല്ലതായതുകൊണ്ടാണ് എനിക്ക് ടൈം മെഷീൻ കുറച്ചുകൂടെ ബെറ്റർ ബാക്കപ്പ് യൂട്ടിലിറ്റി ആയിട്ട് തോന്നിയത്. പിന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും OS അപ്ഡേറ്റ്സും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഥവാ എന്തെങ്കിലും ബഗ്സ് വന്നാൽ തന്നെ അത് പെട്ടെന്ന് ഫിക്സ് ആവുന്നുമുണ്ട്. അതുമല്ല OS അപ്ഡേറ്റ്സ് ഓരോ വർഷം വരുന്നതുകൊണ്ട് പുതിയ പുതിയ ഫീച്ചേഴ്സാണ് ആഡ് ആവുന്നത്. അതൊരു കാര്യം. അല്ല, ഒരു ഫ്രഷർ ലുക്കാണെങ്കിലും കമ്പ്യൂട്ടറിൽ കിട്ടുന്നുണ്ട്. മീൻസ് ഓരോ വർഷവും പുതിയ OSൻ്റെ ആ ഒരു ഫ്രഷ് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 7-8 വർഷം കോൺസ്റ്റൻ്റ് അപ്ഡേറ്റ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു മെഷീൻ അങ്ങനെ ലാഗ് ചെയ്യുന്ന പോലെ തോന്നത്തില്ല ഫ്യൂച്ചർ വേൾഡുമായിട്ട്. ആണ് ഏറ്റവും വലിയൊരു ഫാക്ടർ. കാരണം ഈവൻ ദോ ഹാർഡ്വെയർ വൈസ് മെഷീൻ കുറച്ച് ബാക്കിലോട്ടായാലും സോഫ്റ്റ്വെയർ പുതുപുത്തൻ ലുക്ക് തരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു മെഷീൻ ടോട്ടലി പഴയതുപോലെ ഫീൽ ആവത്തുമില്ല. പിന്നെ മാക്OSൻ്റെ കോറിലാണ് ബിൽട്ടിൻ ആയിട്ടുള്ള ആൻറ്റിവൈറസ് അല്ലെങ്കിൽ ത്രെഡ് പ്രൊട്ടക്ഷൻ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്റ്റേണൽ ആൻറ്റിവൈറസിൻ്റെ ആവശ്യം ഒരു പരിധി വരെ വരുന്നില്ല. കാരണം ഒരുമാതിരിപ്പെട്ട ത്രെഡ്സിൽ നിന്നെല്ലാം ഇത് ഓട്ടോമാറ്റിക്കലി പ്രൊട്ടക്ട് ചെയ്തോളും. പക്ഷേ എന്നും പറഞ്ഞ് മാക്OS അങ്ങനെ കംപ്ലീറ്റ്ലി ത്രെഡ് ഫ്രീ ആണ്, വൈറസ് ഫ്രീ ആണ്, മാൽവെയർ ഫ്രീ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അതിനും അതിൻ്റേതായിട്ടുള്ള എക്സ്പോഷർ ഉണ്ട്. ഓക്കെ, പക്ഷേ കമ്പാരിറ്റീവ്ലി വിൻഡോസുമായിട്ട് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ മാക്OS തരുന്നുണ്ട് ബിൽട്ടിൻ ആയിട്ടുള്ള ആൻറ്റിവൈറസ് അതിനകത്തുള്ളത് കൊണ്ട്. ഇനി അവസാനമായിട്ട് ഒരു പോയിന്റും കൂടെ പറയാനുണ്ട്. ഇതുവരെ എന്താണ് ഈ ഒരു പോയിന്റ് പറയാത്തതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. വേറൊന്നുമല്ല, ആപ്പിളിൻ്റെ ഇക്കോസിസ്റ്റം ബ്ലെൻഡിങ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വീഡിയോ ഇതിനെപ്പറ്റി ഓൾറെഡി ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആപ്പിളിൻ്റെ ഇക്കോസിസ്റ്റം ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ വേറെ ഏത് കമ്പനി എത്രയൊക്കെ ട്രൈ ചെയ്താലും അവരുടെ തന്നെയാണ് ബെസ്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം തള്ളിക്കളഞ്ഞാലും ലിങ്ക് ടു വിൻഡോസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ആൻഡ്രോയിഡിൽ ഇതൊക്കെ പോസിബിൾ ആണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞാലും മാക്ബുക്കിൻ്റെ അത്രയും നല്ല രീതിയിൽ അത് കിട്ടുന്നില്ല എന്ന് തന്നെ പറയണം. അപ്പം ഞാൻ ഒരുപാട് പോസിറ്റീവ്സ് എല്ലാം പറഞ്ഞ് മാക്ബുക്കിനെ ഒരു സംഭവമാക്കി വെച്ചേക്കുകയാണല്ലേ. പക്ഷേ ഏതൊരു പ്രോഡക്റ്റിനെയും പോലെ മാക്ബുക്കിനും ഉണ്ട് ഒരുപാട് നെഗറ്റീവ്സ്. അത് ഞാൻ ഓരോന്നായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. കാരണം പോസിറ്റീവ്സ് ആണല്ലോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അത് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ 1-2 ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒന്ന് മാക്ബുക്കിൻ്റെ റിപ്പയറബിലിറ്റി ഇഷ്യൂ. എൻ്റെ അമ്മോ, എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ പിന്നെ പോയി. അത് തന്നെ എടുത്ത് പറയണം. കാരണം കയ്യിൽ നിന്ന് ടൺ കണക്കിന് കാശായിരിക്കും പോകുന്നത് അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി. രണ്ടാമത് ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ കമ്പാറ്റബിലിറ്റി ഇഷ്യൂ. എല്ലാ സോഫ്റ്റ്വെയറും മാക്ബുക്കിൽ റൺ ആവത്തില്ല. വിൻഡോസിൻ്റെ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഓരോന്നായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. അതൊരു മറ്റൊരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതുകൂടെ കണക്കിലെടുത്തായിരിക്കും ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. വേറൊന്നും പറയാനില്ല. എല്ലാ പോസിറ്റീവ്സും എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ് ടു ദി ചാനൽ ആൻഡ് ഗുഡ് ബൈ.